ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം പൊതുവെ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഇതിലിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരാനാണ് എന്നാണ് നമ്മളെല്ലാവരും നോർമലി ആലോചിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെ കിടക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് തന്നെ കാണാം. ഈ വണ്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് സ്പൈ ഷോട്ട്സാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നവരുണ്ട്. അതുപോലെ നമ്മുടെ താഴത്തെ എയർ ഡാം, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റിൽ അവർ മാറ്റുന്ന സംഭവങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഒരു ചെറിയ ക്രോം ബാർ വന്നായിരുന്നു ഫ്രണ്ടിൽ. അത് ഫേസ് ലിഫ്റ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്ന സംഭവമാണ്. അതുപോലെ വളരെ മിനിമലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തായാലും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിപ്പോൾ ഡിസൈൻ കണ്ടാലും നമുക്കറിയാം. പക്ഷേ അതല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ വണ്ടിയുടെ അകത്താണ്. അകത്തേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ജസ്റ്റ് എക്സ്റ്റീരിയർ ഒന്ന് തീർത്തോട്ടെ. നമുക്ക് വീൽസിന് ഡിസൈൻ കാണാം. സോലോയ്സ് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ 16 ഇഞ്ച് തൊട്ട് 17 ഇഞ്ചിലേക്ക് പോകുന്നതിനെ പറ്റിയൊന്നും അവർ ആലോചിച്ചിട്ടില്ല. സെയിം ആ ഒരു ചെറിയ 16 ഇഞ്ച് വീൽസിനാണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് ആക്ച്വലി അത്ര ചെറുതല്ല. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ഇപ്പം നമുക്ക് കൈലാക്ക് 7X 3X ആയിക്കോട്ടെ, പിന്നെ സെറോസിലുണ്ട്, അങ്ങനെ കുറേ വണ്ടികളിൽ ഇപ്പോൾ 17 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത പക്ഷേ റൈറ്റ് ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ 16 ഇഞ്ച് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലത്. പിന്നെ മിററിലൊക്കെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ബൾജിങ് കാണാം. ഇതാണ് ആക്ച്വലി സൈഡിലുള്ളത്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഡോർ പാഡ്സ്, ഡോർ ഹാൻഡിൽസ് ഓർ ഈവൻ ക്വാർട്ടർ ഗ്ലാസ് എല്ലാ സാധനങ്ങളും സെയിം ആണ്. വേറൊരു ചെറിയ പ്രശ്നം പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ്സിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും സെൻട്രൽ ഹെഡ്രസ്റ്റ് ഇവരും കൊടുക്കാറുണ്ട്, ബാക്കി കമ്പനികളും കൊടുക്കാറുണ്ട്. ഈ വണ്ടിയിൽ എന്തുകൊണ്ടാണ് റിയർ സെൻട്രൽ ഹെഡ്രസ്റ്റ് ഇല്ലാത്തത് എന്നറിയില്ല. ഇതിനകത്ത് എന്തായാലും വിസിബിളായിട്ട് കാണുന്നില്ല. ഇനിയിപ്പം മിഡിൽ വേരിയൻ്റ് ആയതുകൊണ്ടാണോ അതോ സെക്കൻഡ് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് അത് കണ്ടിട്ട് ZX പോലെയാണ് തോന്നുന്നത്. കാരണം ബ്ലാക്ക് വീൽസ് ഒക്കെയാണ്. ഓർ അറ്റ്ലീസ്റ്റ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് ക്യാമഫ്ലാജ് ചെയ്തിട്ടുള്ള വീൽസ് വെച്ചിട്ടാണ്. പക്ഷേ നോർമലി ഇപ്പോൾ അവർ ടോപ്പ് എൻഡിൽ ഡ്യുവൽ ടോൺ, അതായത് ഡയമണ്ട് കട്ട് വീൽസ്, സെക്കൻഡ് ടോപ്പ് ZX ഫുള്ളി ബ്ലാക്ക് വീൽസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതും. എനിവേ ടോപ്പ് എൻഡിൽ അവർ 3 ഹെഡ് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അറ്റ്ലീസ്റ്റ് നടുവിലൊരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് എങ്കിലും. അതല്ലാതെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി സെയിം ആണ്. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചേഞ്ച് വരാൻ പോകുന്ന അണ്ടർ ബോഡി സി എൻ ജി ആണ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി അണ്ടർ ബോഡി സി എൻ ജി ടാങ്ക് വെച്ച് ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ വേറെ ഓവറോൾ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ വലിയ വ്യത്യാസം വന്നു. അല്ലാതെ ഒന്നും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും എന്തായാലും ഇതിനകത്ത് വരാൻ പോകുന്നില്ല. അണ്ടർ ബോഡി ഡിസൈനിൻ്റെ കാര്യം, സി എൻ ജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെയാണ് ഇവർ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ സി എൻ ജി കൊടുക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളിലെ സി എൻ ജി വരുന്നതുമില്ല. ബ്രസ, നെക്സോൺ ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ ബോഡി സി എൻ ജി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ വാഹനത്തിന് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മളിനി ഇൻറ്റീരിയർ നോക്കുമ്പോൾ കുറച്ചുകൂടി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഈ ഇൻറ്റീരിയറിന് എടുത്തു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പുതിയ ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ടാകുന്നത്. ഫീച്ചേഴ്സ് ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയറിൽ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈസ് മാറും. നമുക്കിപ്പോൾ വിക്ടോർസിൽ 10 ഇഞ്ചസിന് അടുത്ത് സൈസ് വരുന്നൊരു കുറച്ചുകൂടെ വലിയപ്പോൾ ഇൻഫോടൈം സിസ്റ്റമാണ് കിട്ടുന്നത്. നോർമലി അവർ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിൽ 9 ഇഞ്ചാണ്. പിന്നെ ഗ്രാൻഡ് അവരുടെ നോർമലുള്ള എല്ലാ വണ്ടികളും നമുക്ക് 9 ഇഞ്ചസാണ് ഇപ്പോൾ കിട്ടുന്നത്. വിക്ടോർസിൽ മാത്രമേ ഒരു വലിയ സ്ക്രീൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ വിറ്റാറിലും വലിയ സ്ക്രീൻ ഉണ്ട്. ബാക്കിയെല്ലാം 9 ഇഞ്ചസാണ്. സോ അതിൻ്റെ അകത്ത് എന്തായാലും വലുതായിട്ടെന്ന് കാണാം. കാരണം അവർ അവിടെ ക്യാമഫ്ലാജ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ബാക്കിയെല്ലാം സെയിം ആണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ മിക്കവാറും സെയിം ആയിരിക്കും. നമുക്ക് വിക്ടോർസിൽ ഒരു പുതിയ ക്ലസ്റ്ററാണ് കിട്ടിയത്. അത് ഇതിനകത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഈവൻ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമായിട്ട് ഒരു മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് 360 ഡിഗ്രി ക്യാമറ ആയിക്കോട്ടെ, നമ്മുടെ സിംഗിൾ പെൻ സൺറൂഫ് ആയിക്കോട്ടെ, പിന്നെ വയർലെസ് ചാർജർ, അതൊക്കെ ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും കിട്ടുന്ന ഒരു സാധനം കൂടിയാണത്. ബട്ട് നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. നോർമലി മാരുതി അവരുടെ എല്ലാ വണ്ടികളിലും ഇപ്പോഴും 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുക്കുന്നത്. അവർ 6 സ്പീഡ് കൊടുക്കുന്നേ ഇല്ല. നമ്മളിപ്പോൾ 1.5 എന്നെ ബ്രസയിൽ ഇപ്പോൾ കിട്ടുന്ന 1.5 K15C എന്നെ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും സെയിം 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഈവൻ ഫ്രോങ്സിൻ്റെ മണ്ടിലിട്ട് ബൂസ്റ്റർ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാനുവൽ വരുന്ന 5 സ്പീഡ് തന്നെയാണ്. ഏത് വണ്ടി എടുത്താലും ആക്ച്വലി ഇവർ മാനുവലിൽ 5 സ്പീഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്, അതും മാനുവലിൽ. ഇനിയിപ്പോൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ആക്കിയതാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചധികം പുതിയ പോസിബിലിറ്റീസ് നമുക്ക് പറയാം. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1.5 എന്ന എഞ്ചിനിൽ തന്നെ ഒരു 6 സ്പീഡ് മാനുവൽ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. കാരണം കുറച്ചും കൂടെ ഹൈവേ മൈലേജ് ബെറ്റർ ആവും. ഈ 1.5 എഞ്ചിൻ്റെ ആസച്ച് മൈലേജ് അത്ര ഗംഭീരമല്ല.
മാനുവൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷേ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 10-12 എങ്ങനെയായാലും കിട്ടുള്ളൂ നിങ്ങൾക്ക്. അല്ല പിന്നെ നിങ്ങൾ ഹൈവേയിൽ വളരെ പതുക്കെ നോർമൽ സ്പീഡിലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 14-15 കിട്ടും. അല്ലാതെ 1.2 1 ലിറ്റർ എഞ്ചിനിൽ നിന്നൊക്കെ കിട്ടുന്ന ഇത്രയും മൈലേജ് ഇതിനകത്ത് നിന്ന് അങ്ങനെ കിട്ടാറില്ല. പിന്നെ അടുത്തൊരു പോസിബിലിറ്റി എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ബൂസ്റ്റർ സെറ്റ് എടുത്തിട്ട് അവർ അതിൻ്റെ അകത്ത് 6 സ്പീഡ് മാനുവൽ വെച്ച് ബ്രസീൽ കൊടുത്തു എന്നുള്ളതാണ്. അതും അത്യാവശ്യം ഡൂവബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം ഫ്രോങ്സിൽ നമുക്ക് 5 സ്പീഡേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും 1 ലിറ്റർ കൊടുക്കുകയാണെങ്കിൽ ഫ്രോങ്സിൽ ഓൾറെഡി അവർക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ വണ്ടി അതായത് ബ്രസ 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് സപ്പോമീറ്റർ ആണെങ്കിലും ഇതിന് ടാക്സ് ബ്രാക്കറ്റ് വരുന്നത് 20%. പക്ഷേ ബാക്കി എല്ലാ വണ്ടികളും 1.2 ലിറ്ററിന് താഴെ പെട്രോൾ എഞ്ചിൻ സൈസ് വരികയാണെങ്കിൽ എല്ലാം 8% മാത്രമേ ടാക്സ് വരുന്നുള്ളൂ. ടാക്സ് എന്ന് നമ്മൾ റോഡ് ടാക്സ് അല്ല, അല്ലാതെ കമ്പനികൾ ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സ്. സോ അക്കാര്യത്തിൽ ഈ വണ്ടിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു എഞ്ചിൻ്റെ സൈസ് കുറയ്ക്കണം. അങ്ങനെ ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റ് വെച്ച് ടാക്സിൽ ഇതിനകത്ത് വരും എന്ന് കുറച്ച് പ്രൊഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ഓവറോൾ ഈ വണ്ടിയുടെ ടാക്സ് ബ്രാക്കറ്റ് താഴത്തേക്ക് ആക്കാനും പ്രൈസ് കുറയ്ക്കാനും വേണ്ടി. അങ്ങനെയാണെങ്കിൽ 1.5 ലിറ്റർ എഞ്ചിൻ അവർ എന്ത് ചെയ്യുന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. മിക്കവാറും രണ്ടും കൂടെ സൈഡ് ബൈ സൈഡ് കൊടുക്കലേ നടക്കുള്ളൂ. കാരണം ടർബോ പെട്രോളിൻ്റെ കൂടെ അവർ CNG കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല. ഓൾറെഡി നമുക്കിപ്പോൾ വിക്ടോറിയസിൽ അണ്ടർബോഡി CNG കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1.5 ലിറ്റർ എന്ന എഞ്ചിനാണ് അവർ CNG കൊടുക്കുന്നത്. ഈ വണ്ടിയിലും ആ എഞ്ചിന് തന്നെയാണ് കൊടുക്കാൻ സാധ്യതയുള്ളത്. പിന്നെ 1 ലിറ്റർ ബൂസ്റ്റർ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ ഈ പുതിയ 6 സ്പീഡ് മാനുവലിൻ്റെ കാര്യമാണ് വേറൊരു മിസ്റ്ററി. അവർ ഏത് എഞ്ചിൻ്റെ കൂടെയാണ് ഈ 6 സ്പീഡ് മാനുവൽ പെയർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. എനിവേ 1.5 ലിറ്റർ എഞ്ചിൻ്റെ കൂടെയാണ് 6 സ്പീഡ് മാനുവൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, വിക്ടോറിയസ് ആയിക്കോട്ടെ, ഹൈറൈഡർ ആയിക്കോട്ടെ, ഓർ ഈ എഞ്ചിൻ വെച്ച് വരുന്ന XL6 എർട്ടിഗ ഏത് വണ്ടി ആയാലും ഇതിനകത്തെല്ലാം അധികം വൈകാതെ ഒരു അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഗൈസ്, ഇതാണ് നമുക്കിപ്പോൾ ബ്രസയെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.